ഹലോ, ഇത് വിഷുവിൻ്റെ തലേന്ന് പിറ്റേ ദിവസത്തേക്കുള്ള മാല കെട്ടാണ് കേട്ടോ. കിട്ടിയ ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് മാല കെട്ടി. ഇനി ഇത് പൂജാമുറീൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ളതൊക്കെ ശരിയാക്കി വയ്ക്കുകയാണ്. അപ്പം രാവിലെ നേരത്തെ നീറ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുകയാണ്. ഞാനിത് ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അനിയത്തിയും അവിടെ പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുക അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കി. പിന്നെ പുലർച്ചെ 4 മണിയായപ്പോൾ അമ്മ കണി കാണാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. ഇതിങ്ങനെ വിളക്ക് ഇങ്ങനെ കത്തിക്കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങി. ഇന്നവിടെ പൂജ ഉണ്ട്. അപ്പം വീട്ടിലുണ്ടാക്കിയ അപ്പം കുറച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പൂജയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലം ചുറ്റിയൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന അപ്പമൊക്കെ പ്രസാദത്തിൻ്റെ കൂടെ കഷ്ണാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. അമ്പലത്തിൽ നിന്ന് ചായയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അച്ചച്ചൻ എല്ലാവർക്കും വിഷു കൈനീട്ടം തന്നു. ഈ വിഷുവിന് ഞങ്ങൾ നെയ്യപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത വീട്ടിൽ 3 മുസ്ലിം വീടുകളുണ്ട് അടുത്ത്. അപ്പോൾ അവർക്കുള്ള അപ്പം കൊണ്ടു കൊടുക്കുകയാണ് പാക്ക് ചെയ്തിട്ട്. പിന്നെ ഷിബു വന്നിരുന്നു. അവൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അടുക്കളയിൽ ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കടായിയാണ് ഈ വർഷത്തെ വിഷുവിന് ഉണ്ടാക്കിയത്. സദ്യ ഉണ്ടാക്കില്ല, എല്ലാ വർഷവും അതല്ലേ ഉണ്ടാക്കാറ്. അപ്പം ഈ പ്രാവശ്യം ഒന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിയതാണ്. 2 അടുപ്പിലും സാധനങ്ങളായതുകൊണ്ട് അമ്മ പുറത്ത് വേറൊരു അടുപ്പുണ്ടാക്കിയിട്ട് അവിടെ പായസം വെച്ചത്. അനിയത്തി എപ്പോഴേക്കും സാലഡിനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ റെഡി ആയപ്പോൾ ഞങ്ങൾ വേഗം അകത്ത് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി. എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരൊറ്റ ഇലയിൽ നിന്നാട്ടോ എല്ലാവരും കൂടെ കഴിക്കാറ്. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ പണിയും കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. അനിയത്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അച്ഛനും വന്നില്ല. അനിയൻ പിന്നെ അങ്ങനെ വന്ന് നിൽക്കാറില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ വല്യച്ഛൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോയത്. ഞങ്ങളവിടെ എത്തിയതിൻ്റെ ശേഷം മറ്റേ മാമൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ തേജുണ്ടായിരുന്നു. അപ്പോൾ ചിന്തും സോനയും കൂടെ അവനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിഷു വിശേഷം ഇതോടെ അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.